Good morning dear traders, welcome back to another video of pre-market analysis. നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രീ-മാർക്കറ്റ് അനാലിസിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് പോവാം. ഇന്നലെ നമ്മൾ യൂറോ എസ് ഡിയിൽ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൺ ഡേ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ബുള്ളിഷ് വ്യൂ പറഞ്ഞേക്കുന്നത്. ബട്ട് ഇന്നലെ നമ്മൾ മിസ് ഔട്ട് ചെയ്ത ഒരു വ്യൂ ഉണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പിനെ പറ്റി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല. അത് ആക്ച്വലി ഞാൻ ഇന്നലെ സ്പോട്ട് ചെയ്യണത് നമ്മൾ ഇന്നലെ യൂട്യൂബ് ലൈവിലായിരുന്നു. ഇന്നലെ യൂട്യൂബ് ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ ഓപ്പണിംഗ് ഗ്യാപ്പ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തേക്കണത്. അപ്പോൾ ആക്ച്വലി മാർക്കറ്റ് ഇപ്പോൾ സംഭവിച്ചേക്കണത് അത് തന്നെയാണ്. ഈ ഓപ്പണിംഗ് ഗ്യാപ്പിൽ വന്ന് അവിടെ നിന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടാണ് ബൈ ആക്ഷൻ നൽകിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവിൻ്റെ ടൈമിൽ ആരോ ഒരു ബൈ എടുത്തിട്ടുണ്ടെന്ന് പറയാണ്ടായിരുന്നു. ഇവിടെ 45 മിനിറ്റിൽ ആരോ ട്രേഡ് ചെയ്ത ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ നല്ലൊരു ബൈങ് ഇവിടെ കിട്ടി. അപ്പോൾ ആളെവിടെ ഇരിക്കും ടി പി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടി പി എവിടെ വരെ ഹോൾഡ് ചെയ്യണോ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞത് ഈ ഒരു ഹൈ ആയിരുന്നു, കാരണം ഈ ഹൈ വരെ പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റീസൺ എന്ന് വെച്ചാൽ 4 hour ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഇംബാലൻസ് ആയിരുന്നു. മനസ്സിലായി, ഈ 4 hour ടൈം ഫ്രെയിമിൽ ഈ ഇംബാലൻസ് വരെ എന്തായാലും മാർക്കറ്റ് എത്തും. കാരണം അത്യാവശ്യം നല്ലൊരു ബൈയസ് പുഷ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ട്രേഡ് അവിടെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ആ ട്രേഡ് ആകുമ്പോൾ എത്തി, ആ ഒരു ഇംബാലൻസ് എത്തിയായിരുന്നു. ആൾ പറഞ്ഞത് ഏഷ്യൻ ഹൈ ആയിരുന്നു, ഞാൻ പറഞ്ഞത് ഏഷ്യൻ ഹൈ അല്ല, ഏഷ്യൻ ഹൈയുടെ മുകളിലേക്കും പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു അടുത്തായിട്ട് സെൽ ഓഫ് കിടന്നേക്കുന്നത്. പിന്നെ ഒരു സെൽ വ്യൂ ഒന്നുമല്ല യൂറോ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആകെ മൈൻഡൊന്നും ഇതായി പോയതായിരുന്നു. ആക്ച്വലി ഈ ഇവിടെ നിന്നൊരു ഷോർട്ട് സെൽ വ്യൂ ആയിരുന്നു 5 മിനിറ്റിൽ. ബട്ട് അതിൽ ഞാൻ അധികം കൺഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കൂടുതൽ വരുമോ എന്നുള്ളത്. സെല്ലേഴ്സ് സ്റ്റെപ്പിനായാൽ മാത്രമേ വരുള്ളൂ. ഇന്നലത്തെ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഇംബാലൻസ് 5 മിനിറ്റിൽ ഇംബാലൻസിനാണ് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ വന്നു, പക്ഷേ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി ഈ ഒരു ഇതുവരെയൊക്കെ എന്ന ടാർഗറ്റ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി യൂറോ എസ് ഇന്നലെ ബുള്ളിഷ് ആയിരുന്നു. മനസ്സിലായി. അപ്പോൾ ഇന്നലെ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടം വരെയൊക്കെ നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ബട്ട് എന്നിട്ട് മാർക്കറ്റ് വീണ്ടും പൊക്കത്തേക്ക് പുഷ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ആദ്യമേ മെൻഷൻ ചെയ്ത ഈ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വ്യൂ പറയാം. കഴിഞ്ഞു, നമുക്ക് ഇന്നത്തെ വ്യൂ പറയാം. ഇനി 4 hour ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഞാൻ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ യൂറോ എസ് ഡി. ഇന്ന് ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്ട്രക്ചർ ക്ലിയർ അല്ല. 1 hourലും 4 hourലൊന്നും സ്ട്രക്ചർ ക്ലിയർ അല്ല. ഇന്നലെ പ്രോമിസ് ചെയ്ത പോലത്തെ ഒരു കാര്യം എനിക്ക് ഇന്ന് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നില്ല. അൾട്ടിമേറ്റ്ലി ഈ ഒരു ഹൈ പൊക്കത്തേക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചർ ബ്രേക്കായിട്ട് ഞാൻ സ്ട്രക്ചർ ബ്രേക്ക് എന്താണ് നമ്മുടെ ലേണിംഗ് സീരീസിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലേണിംഗ് സീരീസിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് എന്നൊക്കെ ഉള്ളത്. സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1 hour ടൈം ഫ്രെയിമിൽ ഞാൻ വീണ്ടും പൈസ നോക്കുന്നതായിരിക്കും. അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിക്കൊണ്ട് ഞാൻ പേഴ്സണലി അങ്ങനെ ആയിരിക്കും ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് യൂറോ എസ് ഡിയിൽ. തൽക്കാലം സെൽ പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഇല്ല. ഈ 4 hour ഇംബാലൻസിൽ കൂടുതൽ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിയാനാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സെൽസ് നോക്കുകയുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്ന മണിക്കൂറുകൾ പെർഫോം ചെയ്യാന്നുള്ളത്. മിക്കവാറും ഇന്ന് ലണ്ടനിലല്ല, ഇന്ന് ന്യൂയോർക്കിലായിരിക്കും അത്യാവശ്യം നല്ല ഇൻട്രീസ് കിട്ടാൻ ചാൻസ് എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ബുള്ളിഷ് ഓൺ യൂറോ എസ് ഡി. ആൻഡ് യു എസ് ഡോളറിൻ്റെ സിറ്റുവേഷൻ നോക്കാം. യു എസ് ഡോളർ പെർഫെക്റ്റ് ആണ്. യൂറോ എസ് ഡിയിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒന്ന് കൺഫ്യൂഷൻ ആയെങ്കിൽ പോലും യു എസ് ഡോളർ പെർഫെക്റ്റ് ആണ്. യു എസ് ഡോളർ പക്കാ ബെയറിഷ് ആണ്. അപ്പോൾ യൂറോ എസ് ഡി എന്തായാലും പൊക്കത്തേക്ക് പോകും. കാരണം നമ്മൾ മിനിഞ്ഞാന്നോ അതിൻ്റെ തലേ ദിവസം ഒന്ന് പ്ലോട്ട് ചെയ്ത ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആദ്യം പറഞ്ഞത് ബെയറിഷ് എഫിജി ആയിരുന്നു. പക്ഷേ ആ ബെയറിഷ് എഫിജി നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നോ മാറ്റി നമ്മൾ ഓർഡർ ബ്ലോക്ക് ആക്കി. കാരണം ആ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഇപ്പോൾ സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സെല്ലേഴ്സ് അവിടെ ടിക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു വ്യൂ. ഞാൻ എന്തായാലും ബെയറിഷ് ഓൺ ഡോളർ ഫോർ ടുഡേ. ഇന്നത്തേക്ക് ഞാൻ ഡോളറിൽ ബെയറിഷ് ആണ്. ഡോളർ എന്തായാലും ഡൗൺ ആവും. യൂറോ എസ് ഡി ബൈയും കണക്ക് തന്നെ ചെയ്യും. യൂറോ എസ് ഡി ആൻഡ് GBP USD ഇതുപോലത്തുള്ള പേഴ്സിൽ. ആൻഡ് ഫൈനലി ഗോൾഡിലെ സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഗോൾഡിൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ യൂട്യൂബിൽ ഈ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഈ ലിങ്ക്സിൽ ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് ആബ്സല്യൂട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ജോയിൻ ചെയ്യാം. ഇടയ്ക്ക് ഞങ്ങൾ നല്ല 1 shot 1 kilo ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടാറുണ്ട്. ആ ഒരു ഗോൾഡിൽ പറഞ്ഞ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. മനസ്സിലായി, നമ്മൾ ടെലിഗ്രാം ചാനൽ അത് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. അത് ലണ്ടനിലായിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത്. ഇവിടെ നിന്ന് ഈ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത്. ആയിട്ടേക്കണ സ്ക്രീൻഷോട്ട് അത് തന്നെയാണ്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം നമ്മൾ ന്യൂയോർക്ക് ഇന്നലെ ലൈവ് ഇരുന്നപ്പോൾ നമ്മൾ ബൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് കാണുന്ന SMTs ആയിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബുള്ളിഷ് എഫിജി വന്നു കഴിഞ്ഞാൽ ബൈസ് നോക്കാമെന്ന് പറഞ്ഞു. ബട്ട് അതും ഈ ഒരു ഹൈ വരെയൊക്കെ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ 4 hourലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ മനസ്സിലാവും. 4 hourലല്ല 1 hourലായിരുന്നു ആ ഇംബാലൻസ്. അതെ 1 hourലായിരുന്നു ആ ഇംബാലൻസ്. ഈ ഒരു ഇംബാലൻസ് കാരണമാണ്
ഞാൻ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇവിടെ ബൈ എടുക്കണമെങ്കിൽ ഇവിടം വരെ ഉള്ളൂ. പിന്നെ അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്തു സെഷൻ. ആ ഒരു 1.5 മണിക്കൂർ ഇന്നലെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വേറെ കാര്യങ്ങളായിട്ട് ഓഫീസിൽ ബിസി ആയിപ്പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ നമ്മൾ നോക്കിയ വ്യൂ. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു FEG വന്ന് നോക്കി ബൈസ് നിങ്ങൾ പ്ലാനിനനുസരിച്ച് ബൈസ് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇന്നലെ കിട്ടിയാണ്. ബട്ട് അതൊരു വളരെ ഷോർട്ട് എൻട്രി ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നോക്കാം. ഇന്നത്തെ വ്യൂ എന്താണെന്ന് നോക്കാം ഗോൾഡിൽ. ഇന്നത്തെ വ്യൂവിൽ ഞാൻ പേഴ്സണലി ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇപ്പോൾ ഗോൾഡ് ഇപ്പോഴും എന്താ പറയുക ഒരുമാതിരി 2 ദിവസമായിട്ട് ഭയങ്കര റേഞ്ചിങ് ആണ്. ഒരു പക്കാ സ്ട്രക്ചർ ഇതുവരെ ഗോൾഡ് നമുക്ക് ഓഫർ ചെയ്യുന്നില്ല. അതായത് ഒരു നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയില്ല. ഇന്നലെ പിന്നെ ലണ്ടനിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ എടുത്തതും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഞാനത് ഇട്ടതും. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഈ കാണുന്ന ഈ ഒരു ഹൈ വരെയെങ്കിലും ഈ ഒരു ലോ വരെയെങ്കിലും ഗോൾഡ് വരുമെന്നാണ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. എന്തായാലും നോക്കാം നമുക്ക്. ഗോൾഡ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് എനിക്ക് ഗോൾഡ് ഉള്ളത്. ഞാനൊരു പക്കാ ഡയറക്ഷൻ വ്യൂ ഞാനിപ്പോൾ ഗോൾഡ് മറ്റേ യൂറോയിലും ഡോളറിലൊക്കെ എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് ഗോൾഡിൽ ഇന്ന് കിട്ടുന്നില്ല. ഇന്നലത്തെ സെയിം വ്യൂ തന്നെയാണ് ഞാൻ ഗോൾഡിൽ പറയുന്നത്. ഐ ആം ന്യൂട്രൽ ഓൺ ഗോൾഡ്. നോക്കട്ടെ, ഗോൾഡ് നമുക്ക് നല്ലൊരു പ്രൈസ് ആക്ഷൻ തരട്ടെ, എന്നിട്ട് നമുക്ക് ഗോൾഡിലെ എൻട്രീസ് പ്ലാൻ ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് 8th ഓഗസ്റ്റ് ആണ്, തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ഉള്ള ദിവസമാണ്. ഇന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ ന്യൂയോർക്ക് ടൈം 8:30 ആകുമ്പോഴത്തേക്കും, അതായത് ഇന്ത്യൻ ടൈം പറയുമ്പോൾ ഏകദേശം വൈകിട്ട് 6 മണി, ആ ടൈം ആകുമ്പോഴത്തേക്കും ഒരു സ്പൈക്ക് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു സ്പൈക്ക് ഉണ്ടാവും പ്രൈസിൽ. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാം. ഒരു 15 മിനിറ്റിലും 30 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ SL അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 1 hour 4 hour ഒക്കെ OBO FEG ഒക്കെ നോക്കിയാണ് SL വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സീൻ ഉണ്ടാവില്ല. നിങ്ങളുടെ SL അടിക്കാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത്ര SLs ഒക്കെ സൂക്ഷിച്ച് വെക്കുക. ആ ടൈം ആകുമ്പോൾ ആരെങ്കിലും ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 hour 4 hour OB ഒക്കെ അനുസരിച്ച് SL സെറ്റാക്കുക. റിസ്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഓവർ റിസ്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇടുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ ICT ലേണിംഗ് സീരീസിൻ്റെ 6th എപ്പിസോഡ് ഇന്നലെ ബൈ സെൽ ലിക്വിഡിറ്റി സെൽ ലിക്വിഡിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എപ്പിസോഡ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് സീരീസിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും ഇതുവരെയുള്ള 6 എപ്പിസോഡുകളും നിങ്ങൾക്ക് ആദ്യം മുതൽ പ്രോപ്പറായിട്ടിരുന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. ആൻഡ് ഈ ഒരു കാര്യം കൂടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിലുണ്ടാവും. ബയോയിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ അടുത്ത ഈ ആഴ്ചയിലെ ലാസ്റ്റ് പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.